മഹാരാഷ്ട്രയിലെ നിരവധിയായ ഘട്ടങ്ങളിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ അതിശക്തമായിട്ടുള്ള തരംഗം ഉദ്ധവ് താക്കറെയ്ക്ക് അനുകൂലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതായത് അവിടെ ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോഴും കോൺഗ്രസിനേക്കാളും എൻ സി പിയെക്കാളും, അതായത് ശരത് പവാറിൻ്റെ എൻ സി പിയെക്കാളും ഒക്കെ ഒരുപടി മുന്നിലാണ് ശിവസേനയിലെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ റോൾ എന്നുള്ളത് പ്രാധാന്യത്തോടു കൂടി തന്നെ പറയണം. അതായത് മഹാവികാസ് അഘാടി സഖ്യത്തിൽ കാര്യങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് ഉദ്ധവ് താക്കറെ തന്നെയാണ്. കാരണം അത്രയേറെ ആധിപത്യം അദ്ദേഹത്തിന് ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് മഹാരാഷ്ട്ര മാറുന്നത്. ഉദ്ധവ് താക്കറെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ശിവസേനയുടെ കെട്ടിപ്പടുക്കൽ നടക്കുന്നതല്ല എന്ന് ഏകനാഥ് ഷിൻഡെയെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് ശിവസേനയുടെ നേതാവായിട്ടുള്ള സഞ്ജയ് റാവത്ത് വ്യക്തമാക്കുന്നതായിരുന്നു. അതായത് രാജ്യസഭ എം പി കൂടിയായിട്ടുള്ള സഞ്ജയ് റാവത്ത് നിരവധി തവണ ED അന്വേഷണം, അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ നിരവധിയായിട്ടുള്ള ചോദ്യം ചെയ്യൽ, ഇതെല്ലാം കൃത്യമായും കേന്ദ്രത്തിൻ്റെ ബുദ്ധിയാണ് എന്നുള്ളത് സഞ്ജയ് റാവത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഒരു നാൾ വരും തിരിച്ചടിക്കുന്ന രീതിയിലേക്ക് ആധികാരികമായി തന്നെ ഞങ്ങൾക്ക് തുറന്നു പറയാനെന്നാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത്. BJP എങ്ങനെയൊക്കെയാണ് അധികാരം നിലനിർത്താൻ വേണ്ടി കള്ളക്കളികൾ കളിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ തെളിവുകൾ സഹിതം തൻ്റെ പക്കലുണ്ട്. എന്നാൽ ശരത് പവാറിൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള, മരുമകൻ കൂടിയായിട്ടുള്ള അജിത് പവാറിന് എന്തേ അന്വേഷണം അദ്ദേഹത്തിലേക്ക് നീട്ടാൻ BJP നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മടിക്കുന്നു? അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമല്ലേ കേന്ദ്ര സർക്കാരല്ലേ ഇത് കൈകാര്യം ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് അജിത് പവാർ BJPയിലേക്ക് പോയത് ഭയം മൂലം തന്നെയാണ്, അല്ലെങ്കിൽ ജയിലിൽ ഇരുമ്പഴിക്കുള്ളിലേക്ക് കിടക്കുമെന്ന് അദ്ദേഹത്തിന് വളരെ വ്യക്തമായി തന്നെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം, വളരെ നാണക്കേടായിരുന്നു ബാരാമതി സീറ്റ് തർക്കത്തിനെ ചൊല്ലി ഷിൻഡെ വിഭാഗത്തിൻ്റെയും അജിത് പവാർ വിഭാഗത്തിൻ്റെയും തമ്മിൽ തല്ല് എന്നുള്ളത് പറയേണ്ടി വരും. അതായത് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം NDAയ്ക്കുള്ളിൽ ബാരാമതി ലോക്സഭാ സീറ്റിനെ ചൊല്ലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അജിത് പവാറിൻ്റെ സ്ട്രോങ് ഹോൾഡാണ്, അതുകൊണ്ട് അജിത് പവാർ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഷിൻഡെ ഒരു രീതിയിലും ഷിൻഡെ പക്ഷത്തിൽ നിന്ന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നീങ്ങിയിരുന്നു. അതിനകത്ത് കൃത്യമായി പറഞ്ഞാൽ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാണ് കാര്യങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത്, ചരട് വലിക്കുന്നത്. നിതിൻ ഗഡ്കരിക്ക് പോലും ഇഷ്ടമില്ലാത്ത തരത്തിലേക്കാണ് ദേവേന്ദ്ര ഫട്നാവിസ് അവിടെ മഹാരാഷ്ട്രയിൽ BJPയെ കൈകാര്യം ചെയ്യുന്നത്. ഗഡ്കരി അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ ശൈലിയിൽ വളരെ ലളിതമായി, ജനകീയമായി അദ്ദേഹം ഉണ്ടാക്കിയ അടിത്തറയെ പോലും മാറ്റിമറിക്കാൻ വേണ്ടി ഫട്നാവിസ് പുതിയ രീതിയിലുള്ള മെത്തഡോളജിയാണ് അവിടെ പരീക്ഷിക്കുന്നത്. പക്ഷേ ഫട്നാവിസിന് അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഉദ്ധവ് താക്കറെ പറയുകയാണ്. ഫട്നാവിസ് ഒരു കൗശലക്കാരനായ രാഷ്ട്രീയ നേതാവാണ്. ആ കൗശലമൊന്നും ജനങ്ങളെടുത്ത് ചിലവാകില്ല എന്നാണ് ഉദ്ധവിൻ്റെ കൃത്യമായ മറുപടി.